നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ ചലിപ്പിക്കുന്നത് RSS ആണ്. RSS നിയോഗിക്കുന്ന കേഡർമാരാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കുന്തമുനയായി പ്രവർത്തിക്കുന്നത്. RSS കേഡർമാർ ഇറങ്ങിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് സംവിധാനം ചലിക്കുകയുള്ളൂ. ഇതാണ് എക്കാലവും ബി ജെ പിയുടെ പ്രത്യേകത. കേരളത്തിൽ മാത്രമല്ല, ഏറെക്കുറെ എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും RSSൻ്റെ പ്രചാരകരാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ചലിപ്പിക്കുന്നത്. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം സൃഷ്ടിക്കുന്നതും നടപ്പാക്കുന്നതും അതിന് മേൽനോട്ടം വഹിക്കുന്നതും അതിൻ്റെ ഫലം എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നതുമെല്ലാം RSS നിയോഗിക്കുന്ന പ്രചാരകരാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വലിയ തോതിൽ പ്രചാരകരെ RSS ബി ജെ പിയിലേക്ക് അയച്ചിട്ടുണ്ട്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി RSS നിരവധി പ്രചാരകരെ ബി ജെ പിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അവർ ആരാണെന്നുള്ളത് ഒരിക്കലും പുറത്തു വരികയില്ല. എന്നാൽ എല്ലാ ജില്ലകളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് അവരായിരിക്കും. കാര്യങ്ങളുടെ നിയന്ത്രണം അവരുടെ കയ്യിലായിരിക്കും. പണം പോലും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുന്നതും നടപ്പിലാക്കുന്നതുമെല്ലാം അവരായിരിക്കും. ബി ജെ പി കേന്ദ്ര നേതൃത്വം പണം നൽകുന്നതും അവരുടെ കൈകളിലേക്കായിരിക്കും. അങ്ങനെയാണ് എക്കാലവും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ തന്നെയേ പാടുള്ളൂ എന്നുള്ള കർശന നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്നും ബി ജെ പിക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ നിയന്ത്രണം ഇപ്പോൾ ഏറെക്കുറെ RSSൻ്റെ കൈകളിലെത്തി നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നിയന്ത്രണം പതിയെ RSSൻ്റെ കൈകളിലേക്ക് മാറും. 2026 തെരഞ്ഞെടുപ്പിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് RSS നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതവർ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഈ 5 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും മിടുക്കരായ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ വേണമെന്നുള്ള നിർദ്ദേശം RSS നേതൃത്വം നൽകിയിട്ടുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നേമം, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കഴക്കൂട്ടം, ആലപ്പുഴ ജില്ലയിലെ കായംകുളം, പാലക്കാട് എന്നീ 5 നിയമസഭാ സീറ്റുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനം നടത്താനുള്ള നീക്കമാണ് RSS നേതൃത്വം നടത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ മണ്ഡലവും RSS അങ്ങനെ നോട്ടം വച്ചിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെ 5-6 മണ്ഡലങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്നും എല്ലാ മണ്ഡലങ്ങളിലും പോയി നിലാപത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ ബി ജെ പി നേതാക്കൾ ആകെ കിടന്ന് വിരകണ്ട എന്നുമാണ് RSS നേതൃത്വം കൊടുത്തിരിക്കുന്ന കർശന നിർദ്ദേശം. ഈ 5-6 മണ്ഡലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചേ തങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നും മറ്റ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് എന്ത് വേണമെങ്കിലും ആകാമെന്നും അത് അവിടുത്തെ ബി ജെ പി നേതാക്കൾ തീരുമാനിച്ചിട്ടേ എന്നും ഈ ജയിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ ജയസാധ്യത വളരെയേറെയുള്ള 6 മണ്ഡലങ്ങളിലായിരിക്കും RSSൻ്റെ പ്രചാരകർ തങ്ങളുടെ പ്രവർത്തനത്തിൽ ശ്രദ്ധയൂന്നുക എന്നും RSS നേതൃത്വം ബി ജെ പിയെ അറിയിച്ചിട്ടുണ്ട്. ഈ മണ്ഡലങ്ങൾ ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് എക്കാലവും RSS നേതൃത്വത്തിൻ്റെ തന്ത്രം. ഉത്തരേന്ത്യയിലും അവർ അങ്ങനെ തന്നെയാണ്. RSS മാറി നിൽക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാറുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണസിയിൽ നരേന്ദ്രമോദിക്ക് വോട്ടുകൾ ഗണ്യമായി കുറയാനും ഭൂരിപക്ഷം ഗണ്യമായി കുറയാനും കാരണം RSSൻ്റെ നിസ്സഹകരണം തന്നെയായിരുന്നു എന്നാണ് ബി ജെ പി മനസ്സിലാക്കിയത്. അതിനുശേഷം RSS വരച്ച വരയ്ക്കപ്പുറം നരേന്ദ്രമോദി പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായ മണ്ഡലങ്ങൾ RSS നേതൃത്വം ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ കേഡറുകളുടെ പ്രചാരകരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിപ്പിക്കുക എന്നതാണ് RSSൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 5-6 നിയോജക മണ്ഡലങ്ങൾ കൃത്യമായി ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണം തന്നെ അവിടുത്തെ ബി ജെ പിയുടെ നിയന്ത്രണം തന്നെ ഇപ്പോൾ RSSൻ്റെ കൈകളിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 5 അല്ലെങ്കിൽ 6 മണ്ഡലങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വോട്ട് ചേർക്കൽ അടക്കമുള്ളവ ഇപ്പോൾ തന്നെ RSS നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ അവിടെയുള്ള മറ്റ് ബി ജെ പി നേതാക്കളെ ഒന്നും കാര്യമായി, സംസ്ഥാന നേതാക്കളെ ഒന്നും കാര്യമായി അടുപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാത്തിലും കൃത്യമായിട്ട് RSSൻ്റെ പ്രചാരകർ ഇടപെട്ട് അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 6 നിയോജക മണ്ഡലങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും RSSൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അവിടെ ബി ജെ പിയുടെ നമ്മളിപ്പോൾ കാണുന്ന ഈ നേതൃത്വത്തിനൊന്നും യാതൊരു പങ്കുമില്ല. ഈ 6 നിയോജക മണ്ഡലങ്ങൾ
കേന്ദ്രീകരിച്ചുള്ള RSSൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അതിനു സഹായം നൽകുക മാത്രമാണ് സംസ്ഥാന BJP നേതൃത്വത്തിൻ്റെ ചുമതല, അല്ലെങ്കിൽ അവരുടെ ദൗത്യം. ഈ 6 മണ്ഡലങ്ങളിലും RSSൻ്റെ കൈകളിൽ അമർന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.